നമ്മുടെ നാട്ടിലെ കല്യാൺ അല്ലെങ്കിൽ പോത്തീസ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബില്ല് ചെയ്യാൻ പോകണം. ഇത് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ജിഞ്ചർ ആൻഡ് ടെർമറിക് സ്ക്രബ്. ഈ ഫ്ലേവറാണ് എടുത്തത്, ഐസ്ക്രീം. ഞാൻ ഞങ്ങൾ കാണിച്ചു തരുന്നത് ഒരു വൈബൊക്കെ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഒരു ഉച്ച കഴിഞ്ഞു, ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. മഴക്കാറുണ്ട്, പക്ഷെ മഴ പെയ്യില്ലായിരിക്കും. അപ്പോൾ ഇതാണ് ക്വീൻസ് ഗേറ്റ് എന്ന് പറഞ്ഞ മോളാണ് ഇത് ഇവിടുത്തെ. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് പോകേണ്ട കട. പ്രൈമാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് പ്രൈമാർക്ക്. നമ്മുടെ നാട്ടിലെ കല്യാൺ അല്ലെങ്കിൽ പോത്തീസ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. നല്ല ഫെയർ പ്രൈസ് ആയിട്ടുള്ള കടയാണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. നമ്മൾ മേളിലോട്ട് കയറി വന്നു കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ മൊത്തം കിഡ്സിൻ്റെ സെക്ഷനാണ്. അപ്പുറത്ത് ബോയ്സും അപ്പുറത്ത് ഗേൾസും മെൻസും. താഴെയാണ് വിമൻസ് സെക്ഷൻ. താഴത്തെ ഫ്ലോറ് ഫുള്ളായിട്ട് വുമൻസ് സെക്ഷനാണ്. ഇതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ളത്. ഇതൊക്കെ ഗേൾസ് സെക്ഷനാണ്. ഗേൾസ് എന്ന് പറയുമ്പോൾ ഒരു 9 to അങ്ങോട്ട് മേളിലോട്ടുള്ള 15 years വരെയുള്ള ഗേൾസിനുള്ളതാണ്. ടീഷർട്ട്സൊക്കെ 7 to 15 yearsനെയാണ്. ഇതൊക്കെ ഒരു 6 poundsൻ്റെ ആണ് കേട്ടോ. 6 pounds എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 600 രൂപയ്ക്കാണ് വരുന്നത്. ഇതൊക്കെ പിള്ളേരുടെ ടോപ്പ്. ഇതിന് ഓഫർ ഇട്ടിട്ടുണ്ട്. 10 poundsൻ്റെ 5 poundsന് ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ 6 pounds. ഇതിന് ഓഫർ ഇട്ടിട്ടുണ്ട്. 4 pounds, 8 poundsൻ്റെ 4 pounds ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഷൂസ്, സാൻഡൽസ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ പല റേറ്റാണ്. ഓഫർ ഉള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. എല്ലാം മിക്സ്ഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ മെൻസിൻ്റെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്.
ഇതൊക്കെ ഫോർമൽസ്. ആക്ച്വലി മെൻ സെക്ഷനിൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ സ്റ്റോക്കൊന്നും വന്നതായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ വിമൻ സെക്ഷനിലോട്ട് വന്നു. ഇതൊക്കെ ഫുൾ ലെന്ത് വരുന്ന ഗൗൺ ടൈപ്പില് ഫ്രോക്കാണ്. അങ്ങനെ നോക്കി നോക്കി നടന്നിട്ട് എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ സൈസിൽ കിട്ടിയുമില്ല. അപ്പുറത്തെ നമ്മൾ ടോപ്പൊക്കെ കണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ മുഴുവൻ ടീഷർട്ട്സാണ്. ടാങ്ക് ടോപ്സ് ആൻഡ് ടീഷർട്ട്സ്. ഇതിപ്പോൾ ജീൻസിൻ്റെയൊക്കെ സെക്ഷൻ. എനിക്കിവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടില്ലാത്തത് കൊണ്ട് ഞാനിവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല. എനിക്ക് വേണ്ടി ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ പിള്ളേർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഇനി ബില്ല് ചെയ്യാൻ പോകണം. അപ്പോൾ ബില്ലൊക്കെ പേ ചെയ്ത് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കിട്ടാറില്ല കേട്ടോ. സ്ഥിരം ഉള്ളതാണ്. വേറെ വല്ല പരിപാടിക്ക് ഇറങ്ങി അതുവഴി വെറുതെ ഒന്ന് കടയിൽ കയറുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഇഷ്ടപ്പെട്ടത് നോക്കിയാൽ ഞാൻ എടുക്കാറുണ്ട്. കാരണം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചെന്ന് കയറുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഞാനങ്ങ് എടുത്ത് വെക്കും, സ്റ്റോക്ക് ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് ആ ഒക്കേഷൻ വരുമ്പോൾ എടുത്തിടാമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ മോളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പോൾ സേവേഴ്സിലേക്ക് പോകാനാണ് നടക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ടിഷ്യൂവും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് സേവേഴ്സ്. സേവേഴ്സിന് മെയിനായിട്ടും ടോയ്ലറ്ററീസും ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെയാണ് കേട്ടോ. നമുക്ക് കുറേ കാണാം. ഹെയർ കളേഴ്സും പിന്നെ മോയ്സ്ചറൈസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കിച്ചൺ ക്ലീനിങ് പ്രൊഡക്ട്സ്, ബാത്റൂം ക്ലീനിങ് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ മേബലിൻ്റെയും റിമലിൻ്റെയും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അല്ലാത്ത കുറച്ച് ഇവിടുത്തെ ലോക്കൽ പ്രൊഡക്ട്സ് ഒക്കെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മേബലിൻ്റെ ഫൗണ്ടേഷനും മാറ്റേ പൗഡറും വാങ്ങിച്ചായിരുന്നു.
ഇത് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ, ജിഞ്ചർ ആൻഡ് ടെർമറിക് സ്ക്രബ്. ഇത് നാച്ചുറൽ ഒന്നും അല്ല, കുറച്ചൊക്കെ കെമിക്കൽ ചേർത്തിട്ടുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നല്ല പ്രോഡക്റ്റാണ്. നമുക്ക് വീക്ക്ലി വൺസൊക്കെ യൂസ് ചെയ്യാനുള്ളത് നല്ലൊരു സാധനമാണ്. ഇവിടെ കുറേ പെർഫ്യൂംസൊക്കെ വെച്ചിട്ടുണ്ട് കൗണ്ടറിൻ്റെ അടുത്തായിട്ട്. കൗണ്ടറിൽ ഫുള്ളായിട്ട് പെർഫ്യൂംസാണ്. ഇതിപ്പോൾ അതിങ്ങോട്ട് ബില്ല് ചെയ്യാനുള്ള ക്യൂവിലാണ്. ഇപ്പം നമ്മൾ സേവേഴ്സ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ജോർജിലോട്ടൊന്ന് പോവുകയാണ്. അവിടെ സ്കൂൾ എസെൻഷ്യൽസൊക്കെ ഒന്ന് വാങ്ങാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പീറ്റർബറോ കത്തീഡ്രലിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടുത്തെ ഒരു വൈബൊക്കെ. ഇവിടെ ചുറ്റിനും ഈ റെസ്റ്റോറൻറ്റ്സൊക്കെയാണ്. നേരെ കാണുന്നതാണ് കത്തീഡ്രൽ, പീറ്റർബറോ കത്തീഡ്രലാണത്. ഇവിടെ എന്തോ പ്രോഗ്രാം തുടങ്ങാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിനും റെഡിയാവും അത്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ അതിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് പീറ്റർബറോ കത്തീഡ്രൽ. അപ്പോൾ ഇവിടെയാണ് സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് തികച്ചുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ കാണിച്ച സ്ട്രീറ്റിൽ നിന്ന് 4 സൈഡിലേക്കും ഇതുപോലുള്ള റോഡ്സാണ്. ആ റോഡ്സിൽ മുഴുവൻ ഷോപ്സാണുള്ളത്. നമുക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടാണ് ഇറങ്ങേണ്ടത്. ഇവിടെയാണ് എല്ലാ കടകളും ഉള്ളത്. പിന്നെ ചുരുക്കം ചില കടകൾ മാത്രം വേറൊരു ബിസിനസ് പാർക്കുണ്ട്, അവിടെയാണ്. ബസ്സിന് പോകുന്ന ദൂരമുണ്ട്, 2-3 കിലോമീറ്റർ വരും. അപ്പോൾ ഇത് വേറൊരു ഷോപ്പിംഗ് സെൻറ്ററാണ് കേട്ടോ. ഇതിൻ്റെ റിവർ ഗേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഇതിനകത്തും കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അങ്ങേയറ്റത്താണ് അസ്ത എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്, UK ഫേമസ് ഒരു സ്റ്റോറാണ്. അപ്പോൾ ഇതാണ് ആസ്റ്റയുടെ തന്നെയാണ് ജോർജും. പക്ഷേ അത് സെപ്പറേറ്റ് ബിൽഡിങ്ങിലാണ്. അവിടെ നിന്നാണ് നമ്മൾ യൂണിഫോമൊക്കെ വാങ്ങാറുള്ളത്, പിള്ളേർക്കുള്ളത്. അവിടെ വേറെ ക്ലോത്തിങ് ഒക്കെ ഉണ്ട്, ചെറുതായിട്ട് കുറച്ച് സ്റ്റോക്കൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ട്രയൽ റൂം ഇല്ലാത്തത് കാരണം നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങാറില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. ഷോർട്ട് സ്ലീവ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും, അതാണ് ഇവിടുത്തെ നോർമൽ യൂണിഫോം. പിന്നെ അതിൻ്റെ മുകളിൽ ബ്ലേസറും ഉണ്ട്. ബ്ലേസർ നമുക്ക് ഓൾറെഡി ഉള്ള കാരണം വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും വാങ്ങിച്ചിട്ട് ഇപ്പോൾ ബില്ല് ചെയ്തിട്ട് പോവാം. അവിടെ മ്യൂസിക്കൊക്കെ തുടങ്ങി, ആൾക്കാരൊക്കെ ഒന്ന് കൂടി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് സ്പോർട്സ് ഡയറക്റ്റിലൊന്ന് കയറണം. അവിടെ ചെന്നിട്ട് നോക്കാം. ബോട്ടിൽ വാങ്ങാനുണ്ട്, വേറെ വല്ല വാങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കിയിട്ട് തീരുമാനിക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം നടന്നു വന്ന ആ റോഡ് തന്നെയാണ്. ഇത് ക്വീൻസ് ഗേറ്റ് ആണ്. ക്വീൻസ് ഗേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്
സ്പോർട്സ് ഡയറക്റ്റ്. അപ്പം നമ്മൾ സിറ്റി മൊത്തം ഒന്ന് ചുറ്റിയിട്ട് വന്നുകൊണ്ട് കുറേ നേരം ആയെന്നേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്പോർട്സ് ഡയറക്റ്റ്. സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ട്രെയിനേഴ്സ് എല്ലാം ഉണ്ട്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉള്ള ഒരു ഷോപ്പാണ്. ഇപ്പോൾ വാട്ടർ ബോട്ടിൽ നോക്കിയപ്പോഴത്തേക്കിനും ഇതൊക്കെയാണ് കിട്ടിയത്. പക്ഷേ ഇതൊന്നും അത്ര വലിയ സുഖമില്ല. മാത്രമല്ല നല്ല വിലയുണ്ടായിരുന്നു, വറുത്തല്ലാന്ന് തോന്നി. അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങണ്ടെന്നാണ് വിചാരിക്കുന്നത്. വേറെ കടയിൽ നോക്കാം. പിന്നെ വേണ്ട, വീട്ടിൽ നിന്ന് മെസ്സേജ് വന്നു. വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഐസ്ക്രീം കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഐസ്ക്രീം വാങ്ങാനായിട്ട് ടെസ്കോ വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇതാണ് ടെസ്കോ. നമുക്ക് ആവശ്യമുള്ള ഗ്രോസറീസും വെജിറ്റബിൾസും സ്പൈസസ് എല്ലാം തന്നെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പം മറ്റേ പാല്, കേട്, ബട്ടർ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലേവറാണ് എടുത്തത്, ഐസ്ക്രീം. ഇപ്പോൾ ഇത് ബില്ല് ചെയ്ത് പോകണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ like, comment and subscribe. Thank you.